ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തിയ SIT സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടുപിടിച്ചത്. 2019 പെരുന്നയിൽ വീട് നിർമ്മിച്ചതിനെക്കുറിച്ചും SIT അന്വേഷിക്കും. വീട്ടിലേക്ക് ആവശ്യമായ തേക്കും തടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്കെന്ന പേരിലാണെന്നാണ് SITക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു 4 മണിക്കൂറോളം നീണ്ട പരിശോധന. പെരുന്നയിൽ കോടികൾ ചെലവഴിച്ച് മുരാരി ബാബു നിർമ്മിച്ച വീടിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് അന്വേഷണം നടത്തും. വീട്ടിലേക്ക് ആവശ്യമായ തേക്കുതടികൾ എത്തിച്ചത് ക്ഷേത്രാവശ്യങ്ങൾക്ക് എന്ന പേരിലാണെന്നാണ് SITക്ക് ലഭിച്ച വിവരം. മഹ്സറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ പ്രസിഡന്റ് A. പത്മകുമാറും ദേവസ്വം കമ്മീഷണർ N. വാസുവും കണ്ടിരുന്നെന്നാണ് മുരാരി ബാബുവിന്റെ മൊഴി. റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിനെ 28-ന് ഹാജരാക്കണമെന്ന് റാന്നി കോടതി നിർദ്ദേശിച്ചു. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തവരെ കൽത്തുറുങ്കിലടക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുറുങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.